ചേച്ചി ഇനി ഞങ്ങളുടെ ടീമാണ് ആൾക്കാരെ ഇവിടെ ഇറക്കാൻ പോകുന്നത്. ഇത് കിഡിലും സ്കിറ്റ് ആയിരിക്കും. പക്ഷെ ഇതിനെ പറ്റി ഇൻട്രൊഡക്ഷൻ പറയാൻ പോകുന്നത് ക്രിക്കറ്റിനെ പറ്റി അറിയാവുന്ന ഞങ്ങളുടെ ആലിസ് ആണ്. അതെ ചേച്ചി, ക്രിക്കറ്റിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. അറിയാം, എന്റെ അടുത്ത് ചോദിച്ചായിരുന്നു നിങ്ങൾ ക്രിക്കറ്റ് എവിടെയാണ് റിഹേഴ്സൽ ചെയ്തത്. അയ്യോ, ഇവളെ കഴിഞ്ഞ 2 മാസമായിട്ട് ചേട്ടൻ നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കും, സൈൻ ചേട്ടൻ. പിന്നെ ഇവള് നമ്മളടുത്തുള്ള ടർഫിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് എന്റെ ക്ലാസ്സിലൊക്കെ വന്ന് അടിക്കും. ഭയങ്കര വലിയ പ്ലെയർ ആണ്. എന്നെ പറഞ്ഞ ഞാനും ഹസ്ബൻഡും കൂടെ ക്രിക്കറ്റ് മാച്ച് വരാൻ പോകുന്ന സമയത്ത് എനിക്ക് വൻ പെർഫോമൻസ് ആയിരിക്കണം. നമ്മള് വിഷയത്തിൽ നിന്ന് തെന്നി മറന്നു. IPL ഒക്കെ ഇപ്പൊ കഴിഞ്ഞു, എന്നാലും നമ്മുടെ ഫ്ലോറിൽ IPLന്റെ ആവേശം തീർന്നിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ഗോദയിലേക്ക് 2 IPL ആരാധകര് കട്ടക്കടുത്ത മത്സരമായിട്ടാണ് വരാൻ പോകുന്നത്. റിഷാദ് IPL ആൻഡ് സൂര്യജിത്ത് IPL. IPL ഒക്കെ ഓൺ ആണെങ്കിലേ ബാറ്റിംഗ് കൂടെ ഓൺ ആക്കണം. ബാറ്ററി ഓൺ ആണ്. കളി കണ്ടോ? അക്വസ്റ്റാർ പാത്തികളും ക്ലാമ്പുകളും, അക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്സ്, മറ്റെല്ലാം ചുമ്മാ. IPL പറ്റി നീ എന്റെ അടുത്ത് പറയല്ലേ അഭിലാഷ. നീ വീട്ടിലോട്ട് വാ. എടാ ഇന്ന് മാച്ച് ലേറ്റ് ആവും, എനിക്ക് ലൊക്കേഷൻ ഇട്ടെന്നില്ലേ. വീട്ടിലോട്ട് വാ. RCB തോക്കൂല. നീ എഴുതി വെച്ചോ, RCB ജയിക്കും, ഗുജറാത്ത് തോക്കും. ഇല്ലെങ്കിൽ എന്റെ അച്ഛന്റെ തല ഞാൻ മൊട്ട അടിക്കണം. അവൻ എന്റെ അടുത്ത് പറയണം RCB തോക്കുമെന്ന്. അങ്ങനെ RCB അല്ലേ ജയിക്കൂ? RCB ജയിക്കൂ. എന്താ അവിടെ പിന്നെ ചോദിച്ചിട്ട് കാര്യമില്ല. ഇന്നലെ ഞാൻ ചോദിച്ചു മുംബൈ ഇന്ത്യൻസിന്റെ ടീമിന്റെ ക്യാപ്റ്റന്റെ പേരെന്തെന്ന്. അപ്പൊ എന്റെ അടുത്ത് പറയാ ബോംബെ രവി എന്ന്. സമയങ്ങളെ ഹലോ ഹലോ, എവിടെയാടാ? എടാ എത്തിയാ? നിന്റെ വീട് എവിടെയാടാ? എടാ നീ അവിടെ എന്തെങ്കിലും വല്ല ബോർഡ് വല്ല ഉണ്ടെന്ന് വായിച്ചു പറഞ്ഞേ. ബോർഡ് ഉണ്ടടാ. അത് വായിച്ചു പറ. ഇവിടെ മൂത്രം ഒഴിക്കില്ലടാ. മൂത്രം ഒഴിക്കാറില്ലടാ. അതല്ലടാ, അല്ലാതെ വേറെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാ? വേറെ ഉണ്ടളിയാ. എന്താ? വേറെ എങ്ങോട്ടും പോകണ്ട, ഇത് നിന്റെ വീട് തന്നെ. സെക്യൂരിറ്റി ടാങ്ക് ക്ലീൻ ചെയ്ത് കൊടുക്കപ്പെടും എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എടാ അഭിലാഷേ, ഇങ്ങ് വന്നേടാ. എടാ നീ എങ്ങനെ വന്നടാ? ഓടിയാ? ഓടിയൊക്കെ മേടിച്ചാ? ഇവിടെ ഒരു ഓടിക്കാരൊക്കെ എടുക്കുമ്പോ ഒന്ന് പറയട്ടെടാ അഭിലാഷേ. നീ ഇത് കണ്ടാടാ? നോക്കിക്കേ, പുതിയ ഷർട്ടിന്റെ പ്രിന്റാ. ആ മഴയത്ത് ഈ സ്ലിപ്പർ ചെരുപ്പ് കിട്ടോണ്ട് ഓടി വന്നപ്പോ ചെളിയായത്. എന്നോട് തന്നെ നീ പറയണം. അല്ല, അതാണ് ഞാൻ ആലോചിച്ചേ. ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പർ ഓടിക്കാൻ കാശില്ലാത്ത നീ എങ്ങനെ ഓടിക്കാറില്ല? നീ എന്തായാലും വന്നത് കാര്യമായി. RCB ജയിക്കുന്നതിന് നിനക്ക് കണ്ടുകൊണ്ട് കാണാം. അവൻ ജയിച്ചോട്ടെ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച നല്ല സ്നേഹമുള്ള പയ്യനാ. രഘുവണ്ണന്റെ മോൻ RCB ടീം. അപ്പൊ IPL പറ്റി ഒരു ധാരണ ഇല്ലാത്ത ആളാണ്. എനിക്ക് ധാരണയില്ലെന്ന്. അറിവില്ല, IPL പറ്റി അറിവില്ല. അണ്ണാ, ഞങ്ങൾ അവിടുത്തെ പിള്ളേരോട് ചോദിച്ചു നോക്ക്. അവിടുത്തെ ക്രിക്കറ്റ് ക്ലബിന്റെ സെക്രട്ടറി ഞാനാ. അടിപൊളി. അതിന് നീ ഇത്ര ജാട കാണിക്കുന്നത്? പ്രസിഡന്റ് ഒക്കെ ആണെങ്കിൽ ജാട കാണിച്ചാൽ നമുക്ക് അംഗീകരിച്ച് വിടാം. സെക്രട്ടറി ആര്? സെക്രട്ടറിയാണ് എല്ലാ കാര്യവും ഏക്കുന്നത്. എടാ പോടാ, പ്രസിഡന്റ് ആണ് എല്ലാ കാര്യങ്ങളും ഏക്കണേ. അണ്ണാ, എല്ലാ കാര്യവും ഏക്കുന്നത് സെക്രട്ടറിയാ. എന്റെ പൊന്നഭിലാഷേ, പ്രസിഡന്റ് ആണ് എല്ലാ കാര്യം ഏക്കുന്ന. സെക്രട്ടറി ഏക്കുന്നെന്ന് കാണിച്ചു തരട്ടെ. നീ കേട്ടിട്ടില്ലേ? സെക്രട്ടറിയേറ്റ് 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 ആണ് സെക്രട്ടറിയേറ്റ് ഉണ്ടായത്. അല്ല, നീ എവിടെയെങ്കിലും പ്രസിഡന്റേറ്റ് അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇല്ല, ശരിയാ. ഒരു കാര്യം ചെയ്യ്, കളി വെക്ക്. Zampa bowls here to Sharma. ഹൈലൈറ്റ് ഇന്നലത്തെ ഹൈലൈറ്റ് മുംബൈയുടെ കളിയായിരുന്നു കഴിഞ്ഞ ദിവസം. എടാ, സൂര്യകുമാർ യാദവ് 100. ഓടാ അവിടെ. പുള്ളിക്കാരി ഇത്തവണ സെഞ്ചുറി അടിച്ചില്ല. ആര് സെഞ്ചുറി അടിച്ചു? 100ാമത്തെ ബബിൾ കോച്ച് അവച്ചങ്ങ് തിന്നുന്നേ. പുള്ളി പിന്നെ ബബിൾ ആണോന്നോ? അവന് ബബിൾക്കം മേടിച്ചു കൊടുക്കുന്ന പൈസ കൊണ്ട് വേറെ നല്ല 10 കളിക്കാർ മേടിക്കാം. സത്യം പറഞ്ഞാൽ മുംബൈ ഇന്ത്യൻസ് നല്ല പേര് വരേണ്ടത്. പിന്നെ ബബിൾ കം ഇന്ത്യൻസ്. ബബിൾക്കം നിന്ന് തീർക്കാനായിട്ട് ജന്മങ്ങൾ. ഇപ്പൊ ഒരു കടയിൽ ബബിൾക്കും ഇല്ല. എല്ലാം പുള്ളിയുടെ പോക്കറ്റിലാടാ. ഹൈലൈറ്റ് കാര്യമായിട്ട്. എടാ നീ ഇപ്പൊ ഇവിടുന്ന് വീടൊക്കെ മാറി പോയിട്ട് ചുമ്മാ ഇപ്പൊ എവിടെ താമസം? ഞാനാ വയറിയല്ലേ? വയറ്റില്ല. അതല്ലാതെ അങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? അല്ലാതെ പറഞ്ഞ കൗണ്ടർ കയറത്തില്ലോടാ. ആക്ഷൻ കോമഡി. അപ്പൊ നിന്റെ അച്ഛൻ ഇവിടുത്തെ ജോലി കഴിഞ്ഞിട്ട് ഇപ്പൊ എവിടാ ജോലി ചെയ്യുന്നേ? വേറെ വിറ്റുണ്ട്. എന്റെ അമ്മ ജോലി ചെയ്യുന്ന സ്ഥലം കണ്ട അതിലും കോമഡി. അതെവിടാ? കൊള്ളാം. എന്തായാലും ഉണ്ടല്ലോ ആക്ഷൻ കോമഡി വേണ്ട. ശ്വേത ചേച്ചിയുടെ മുഖം മാറുന്നു. ഇപ്പോഴത്തെ IPL സിനിമാ നടന്മാർ അനിയന്മാരാണ് കളിക്കണേ. സിനിമ നടന്ന അനിയൻ ആര്? നമ്മുടെ പ്രകാശ് വർമ്മയില്ലേ? പ്രകാശ് വർമ്മയുടെ അനിയനെ കളിക്കണേ. അതാരടാ? തിലക് വർമ്മ. അത് മാത്രമല്ല, ഷാറൂഖ് ഖാന്റെ അനിയനും കളിക്കുന്നുണ്ട്. ഹോളിവുഡാ? അതാര്? റഷീദ് ഖാൻ. ഇപ്പൊ ഞെട്ടിയില്ലേ? അത് മാത്രമല്ല,
നമ്മുടെ എലീന പഠിക്കലിന്റെ അനിയൻ വരെ പഠിക്കുന്നുണ്ട്. ഏത് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിൽ എലീന പഠിക്കലുണ്ട്? ആ. അതാര്? ദേവദത്ത് പഠിക്കൽ. അനിയൻ IPL വിട്ടിട്ട് ഇവിടെ ഒന്നും അറിയാത്ത പോലെ വന്നിരിക്കല്ലേ. കുറെ കാശങ്ങ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. എന്നിട്ട് അത് ആരും ചോദിക്കാതിരിക്കാൻ വേണ്ടിട്ടേ കുട്ടിക്കൊരങ്ങനെ കൂട്ടി ചിരിച്ചോണ്ടിരിക്കുക. അതൊക്കെ പോട്ടടാ. RCB എങ്ങാനും തോറ്റാ നിന്റെ അച്ഛന്റെ തല മുട്ട അടിക്കുന്ന കാര്യം മറക്കല്ലേ. അത് അത്ര വലിയ പാടൊന്നുള്ള പരിപാടി ഒന്നും അല്ലടാ. അതിനാടാ ആ വിഗ് എന്നെടുത്ത് ഊരി അങ്ങോട്ട് മാറ്റി വെക്കുന്നതിന് എന്താ ഇത്ര പാട്? അറിയില്ലല്ലേ. എന്റെ അച്ഛൻ ജനിച്ചപ്പോഴാ മുട്ടയാ. അത് ഞാൻ പൊട്ടിക്കും. RCB ജയിക്കണേ ഈശ്വരാ. പോർബന്ദർ ദൈവങ്ങളെ കാത്തോണേ. തുടങ്ങി. ഗില്ല ബാറ്റിങ്. അവനടിക്കും. വീണ്ടും സിക്സ്. ഒരേപോലെ 3 സിക്സ്. എടാ നിനക്ക് വയ്യടാ. അത് റീപ്ലേ കാണിക്കുന്നതല്ലടാ മണ്ട. അവനെ പറ്റി തന്നെ. എന്റെ ദൈവം, ഇവനെയൊക്കെയാണല്ലോ ഞാൻ വെച്ച് വെക്കാൻ വേണ്ടി വീട്ടിലോട്ട് വിളിച്ച് വരുത്തിയത്. എടാ നമ്മളിങ്ങനെ ക്രിക്കറ്റ് കളിക്കുന്ന ഓർമ്മയുണ്ടാടാ? ഉണ്ട്. നമ്മളിങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് ഗ്രൗണ്ടിലോട്ട് പോകും. അവിടെ അഖിലെണ്ണം വരും. ബാറ്റിങ്ങും പുള്ളിക്ക്, ബോളിങ്ങും പുള്ളിക്ക്. ഔട്ടായാലും ഇറങ്ങി പോത്തുമില്ല. നമ്മള് ഫീൽഡിങ് മാത്രം. പക്ഷെ നീ അങ്ങ് ദൂരെ എനിക്ക് പാട്ട് പാടി തരുമായിരുന്നു. ഞാൻ ഇങ്ങ് ദൂരെ നിനക്ക് പാട്ട് പാടി തരുമായിരുന്നു. അതൊക്കെ മറക്കാൻ പറ്റുമോ? ഒരു പൊണ്ണ് വന്ന് ഞാൻ പാർത്തേ. ആ ഓയിൽമെന്റ് ടങ്ങ് തേക്കേ. എവിടെ? പൊണ്ണ് വന്നാ പിന്നെ ഓയിൽമെന്റ് ഉണ്ടോ? ഇതല്ല പിന്നെ പൊണ്ണ്. ആ പൊണ്ണ്. അതിന്റെ ബാക്കി പറ. നീ പറ. ബാക്കി പറടാ. നീ പറയടാ. ടെൻഷൻ ആക്കാതെ ബാക്കി പറടാ. നീ പറഞ്ഞേക്കടാ. അപ്പൊ നീ ഒന്നും കഴിച്ചില്ല രാവിലെ. അതെങ്ങനെ മനസ്സിലായടാ? ബാക്കി ഡയലോഗ് എല്ലാം നീ വിഴുങ്ങി. കുഴപ്പമില്ല. ആണ്ടേ ആരാ ബാറ്റ് ചെയ്യുന്നുണ്ടോ? സായി സുദർശനാണ്. അവൻ ഔട്ടാക്കാൻ പറ്റത്തില്ലടാ. അവൻ തന്നെ ബാറ്റ് ശമ്പെ കൊണ്ട് വെച്ചോളും. അവൻ തന്നെ ഔട്ടാവും. അതുകൊണ്ട് അപ്പുറത്തിരിക്കുന്ന ആരാന്നറിയാം? നമ്മുടെ പാൻപരാഗിനെ ഔട്ടാക്കിയ ഹോൾഡർ റയാൻ പരാഗ്. ചേച്ചി എന്റെ മക പാർട്ടി. ഇതെല്ലാവർക്കും എന്റെ പാർട്ടി. എല്ലാവർക്കും എന്റെ പാർട്ടി. അച്ഛാ ആ വിക്കറ്റ് എടുത്ത് തിരിച്ചു വെച്ചോ കേട്ടോ. നമ്മള് ജയിച്ച്. ഗുജറാത്ത് കപ്പടിക്കാതെ വീട്ടിൽ ചെല്ലണ്ടെന്ന് അച്ഛൻ പറഞ്ഞേക്കുന്നേ. അപ്പൊ കപ്പാണ് പ്രശ്നം. നമ്മക്കാണല്ലേ കപ്പ്. ദാണ്ട് അവിടെ 2 കപ്പ് ഇരിപ്പുണ്ട്. അത് ഞാൻ എടുത്ത് തരാം. ഒരു കപ്പ നിനക്കും വേണം നിന്റെ അച്ഛനും. അതിനതിനാ? കപ്പോ കിട്ടിയില്ല, അതുകൊണ്ട് കപ്പ എങ്കിൽ കപ്പ. അപ്പൊ ഇരുന്ന് പുഴുങ്ങാന്നല്ലടാ, പുഴുങ്ങി. പറഞ്ഞോ, നിങ്ങൾ വലിയ ക്രിക്കറ്റ് താരങ്ങളല്ലേ? അല്ല, ക്രിക്കറ്റ് അറിയാവുന്നവർക്കും IPL കാണുന്നവർക്കും കാണാത്തവർക്കും ഇഷ്ടപ്പെടുന്ന സ്കിറ്റ് ആയിരിക്കും ഇല്ലേ? IPL സ്ഥിരം കാണുന്നവർക്ക് കുറെ കാര്യങ്ങൾ. സൂര്യകുമാർ യാദവിന്റെ ബബിൾഗം ഒക്കെ ഇല്ലേ? അതൊക്കെ അറിയാം. ഞാൻ IPL കാണാറില്ല, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി. കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് സ്കിറ്റ് ആയിരുന്നു. ഇത് സെക്കൻഡ് ടൈം ആണ്. നിങ്ങൾ തന്നെ ചെയ്തപ്പോ നിങ്ങൾക്ക് എന്താ തോന്നിയത്? സെക്കൻഡ് ടൈം എങ്ങനെയായിരുന്നു എന്ന്? കഴിഞ്ഞ പ്രാവശ്യത്തെ സ്കിറ്റ് ചെയ്തപ്പോഴേ നമുക്ക് തോന്നി തടുത്തോട്ടേക്ക് രാവിലെ. പക്ഷെ അതിന്റെ മുകളിൽ തന്നെ ഇരിക്കണത് എന്തായാലും എന്തായാലും എനിക്ക് 2 പേരോട് ഒരേ കാര്യം പറയണേ. കേറി വാ മക്കളെ. നല്ല എനർജീന്റെ നല്ല വ്യത്യാസമുണ്ട്. യുനോ നമ്മൾ പറയില്ലേ, കറക്റ്റ് ഗ്രൂമിങ് കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാവുന്നു. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ഇനി ബാറ്റ് നമുക്ക് നോക്കാം. ഓക്കെ, വാ. കൺഗ്രാറ്റുലേഷൻസ്. 20,000 rupees ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ടൈം എത്രയായിരുന്നു? 10 ഇരട്ടി കിട്ടി. അതാണ്. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. പൈസ അതാ വരുന്നു. കൊള്ളാം. അപ്പൊ എന്തായാലും കാശൊക്കെ കിട്ടിയില്ലേ? ഹാപ്പി ആയില്ലേ? ഹാപ്പി.